ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഒ.പി, കാഷ്വാലിറ്റി, ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്കിലെ 4-ാം നിലയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച 94.84 ലക്ഷം രൂപ ഉപയോഗിച്ച് സിവിൽ വർക്കുകൾ, ഫ്ലോറിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകൾ എന്നിവ നടത്തുന്നതിന് മുനിസിപ്പൽ കൗൺസിൽ യോഗം അംഗീകാരം നൽകി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും കഴിഞ്ഞ ദിവസം ആശുപത്രി സന്ദർശിച്ച് ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. 2 ആഴ്ചയ്ക്കകം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിച്ച് ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്നവർക്ക് കെട്ടിട നികുതിയിൽ ഇളവ് നൽകുന്നതിനുള്ള സർക്കാർ ഉത്തരവ് നടപ്പാക്കാൻ മുനിസിപ്പൽ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇളവ് ലഭിക്കുന്നതിന് വീട്ടുടമ ഹരിതമിത്രം K-Smart വഴി അപേക്ഷ സമർപ്പിക്കണം. മുൻ വർഷങ്ങളിലെ പദ്ധതി പ്രവർത്തനങ്ങളിലെ പൂർത്തീകരിക്കാത്ത പദ്ധതികളുടെ റിപ്പോർട്ട് അടിയന്തിരമായി തയ്യാറാക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ തീവ്ര ശ്രമം നടത്തി വരികയാണെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. നഗരസഭയിലെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ പല പദ്ധതി നിർദ്ദേശങ്ങളും തടസ്സപ്പെടുകയാണെന്നും നഗരസഭ നടത്തിയ ഡിജിറ്റൽ മാപ്പിംഗിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ആസ്തി വികസന രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനുള്ള നടപടി ഉണ്ടാകണമെന്ന് TK ഷാജു, PV ശിവകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. അവരെക്കൊണ്ട് ഡിക്ലറേഷൻ കൊടുപ്പിക്കുക, K-Smart വഴി ഡിക്ലറേഷൻ കൊടുപ്പിക്കുക, പിന്നെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കും. അതിന് വലിയ ഇവരുടെ QR കോഡിൻ്റെ ഒരു പ്രശ്നം വരും. നമുക്ക് ഇപ്പോൾ ഈ മാലിന്യം ശേഖരിക്കുന്നവരുടെ ഒരു QR കോഡ് വഴിക്കാണ് ശേഖരിക്കുന്നത്, അത് എടുക്കുന്നത്. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരും. അതിന് നമുക്ക് അടുത്ത ഏപ്രിൽ വരെ വരുമ്പോൾ അപ്പോൾ നമുക്ക് പരിശോധിച്ച് തീരുമാനം. ഇവിടെ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള പദ്ധതികൾ നിർവ്വഹണം നടത്തുക. അപ്പോൾ അതുപോലെ ഇവിടെ കൗൺസിൽ തീരുമാനം ഉണ്ടാകുന്നത് ആ ടാസ്ക് പരിഹരിച്ചുകൊണ്ട് ചെയ്യാനുള്ള തീരുമാനം ഇവിടെ കഴിഞ്ഞില്ല. ആ കാര്യങ്ങൾ എടുക്കും. ഇത് ആ സെക്ടേഴ്സിൽ അവർ തയ്യാറാക്കുന്ന ഒരു കാര്യം അത് പുതിയ വർക്കുകൾ എല്ലാം മാറ്റുക. അപ്പൊ ഇന്നത്തെ കൗൺസിലിന് ഒരു തീരുമാനം CSR ഉപയോഗിച്ച് പ്രവൃത്തി നടത്തുന്നത് ഇയാളുടെ നഗരസഭ ജനറൽ ആശുപത്രിയിൽ നവാർഡ് ഉപയോഗിച്ച് പരിഗണിച്ച ഒ.പി പങ്കിലെത്തിയ കുറവ് മൂലം പിടിയില്ലാത്ത 4-ാമത്തെ നിലയിലെ സിവിൽ വർക്കുകൾ, പ്ലംബിംഗ്, ഇലക്ട്രിക് വർക്കുകൾ എന്നിവ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ CSR ഫണ്ട് 94.84 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായും ആയതിന് കോൺട്രാക്ടർ ശ്രീ KM സിയാദ് ജലീൽ മനസ്സിൽ അടവ് എന്നവരെ ഏൽപ്പിച്ചിട്ടുള്ളതായും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജനറൽ ആശുപത്രി അറിയിച്ചു.